ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പേഴ്സണലി എൻ്റെ ലൈഫിനെ ഒരുപാട് ചേഞ്ച് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാനും ഇന്നത്തെ ഞാനും തമ്മിലുള്ള ആ ഒരു വലിയ മാറ്റത്തിൻ്റെ കാര്യം ഈ ഒരു പോയിൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പാസ്റ്റിനെ ആലോചിച്ച് വിഷമിക്കുകയും ഫ്യൂച്ചറിനെ ആലോചിച്ച് പേടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ഹൈലി റിലേറ്റബിൾ ആയിരിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊരു ഞാനുണ്ടായിരുന്നു. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യാതിരുന്ന കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുന്നൊരു ഞാൻ. പിന്നീട് ഫ്യൂച്ചറിലേക്കും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചറിനെ ആലോചിച്ച് പേടിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഒരു ഇല്യൂഷനിലെ പോലെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് പേടിക്കുക. കുറേ വർഷങ്ങൾക്ക് ശേഷം അതൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കാര്യമാണത്. പക്ഷേ അതിനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. അതിന് ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അല്ലെങ്കിൽ എനിക്കുണ്ടായ റിയലൈസേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യം ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. പരിചയപ്പെടുന്ന അല്ലെങ്കിൽ എന്നെപ്പോലെ തിങ്ക് ചെയ്യുന്നു എന്ന് തോന്നിയ ആളുകളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാര്യം വളരെ സിമ്പിളാണ്. നമ്മളുടെ പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കും. പല അറിവില്ലായ്മകൾ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ലായിരിക്കും. ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് ആളുകൾ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പല പല സംഭവങ്ങൾ അപ്രതീക്ഷിതമായി ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ ഫ്യൂച്ചർ കൂടിയാണ്. അതായത് നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ പാസ്റ്റാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ കാലം ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് ഇരുന്നിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ നമ്മളുടെ ജീവിതം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും എന്ന് വിചാരിക്കാതെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നാളത്തെ നമ്മുടെ ഫ്യൂച്ചറും അവതാളത്തിലാകും. നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും നമുക്ക് പാസ്റ്റിൽ ഒന്നുമില്ലായിരിക്കും. പക്ഷേ ഈ 2 കാര്യങ്ങളും ഒഴിവാക്കി, പണ്ടത്തെ വിഷമങ്ങളും നാളത്തെ ആകുലതകളും ഒഴിവാക്കി ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പാസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും ആലോചിച്ച് കളയുന്ന ഓരോ സമയവും നാളത്തെ പാസ്റ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. നാളത്തെ പാസ്റ്റ് വീണ്ടും ബെറ്റർ ആകണം എന്നുണ്ടെങ്കിൽ ഇന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സോ ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഏത് രീതിയിലാണോ നമ്മളിലേക്ക് വരുന്നത് അതിനെ സ്വീകരിക്കുക. അതെങ്ങനെ ബെറ്റർ ആക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ലതാക്കാൻ എന്ത് ചെയ്യാം എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. പാസ്റ്റ് കഴിഞ്ഞു പോയി നമുക്ക് മാറ്റാൻ പറ്റില്ല. ഫ്യൂച്ചർ വരുന്നതേ ഉള്ളൂ. അവിടേക്ക് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജീവിതത്തിലുള്ളത് ഈ ഒരു നിമിഷം, ഈ ഒരു ദിവസം മാത്രമാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ലൈഫ് വളരെ സിമ്പിളാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മെമ്മറിയാക്കി ഇന്നത്തെ ദിവസത്തെ മാറ്റുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.